ഇറാനും ഇസ്രയേലും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശത്രുത അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ മധ്യ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകളുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മേഖലയെ അക്ഷരാർത്ഥത്തിൽ ഒരു നരകതുല്യമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. മുമ്പുണ്ടാകാത്ത വിധം അതീവ വിനാശകാരിയായ ക്ലസ്റ്റർ ആയുധങ്ങൾ ഉപയോഗിച്ചത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കഴിഞ്ഞു. ഒരു പ്രധാന മിസൈലിനുള്ളിൽ നിന്ന് നൂറുകണക്കിന് ചെറിയ സ്ഫോടക വസ്തുക്കൾ വിവിധ നഗരങ്ങളിലേക്ക് ചിതറിത്തെറിക്കുന്ന ഈ രീതി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. റമദ് ഖാനിലെ ഒരു പ്രധാന കെട്ടിടം മിസൈൽ പതിച്ച് പൂർണ്ണമായും നിലംപരിശായ കാഴ്ച അത്യന്തം ഭയാനകമാണ്. ഇതിനു പിന്നാലെ റോഷ്ഹായിൻ നഗരത്തിലെ വൈദ്യുതി വിതരണ ശൃംഖലകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമുണ്ടായതോടെ പല നഗരങ്ങളും ഇരുട്ടിലായി. വൈദ്യുതി നിലച്ചതോടെ വാർത്താവിനിമയ സംവിധാനങ്ങളും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി. തെക്കൻ ഇസ്രയേലിലെ നിർണായകമായ വ്യവസായ മേഖലകളിൽ മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് വൻതോതിൽ തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ആകാശം പുകപടലങ്ങളാൽ മൂടപ്പെടുകയും ചെയ്തു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്ന ലക്ഷ്യം വെച്ചുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബങ്കറുകളിലും സുരക്ഷിത കേന്ദ്രങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭീതിയോടെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. സൈറണുകൾ മുഴങ്ങുന്ന നഗരവീഥികളിൽ ഇപ്പോൾ സൈനിക വാഹനങ്ങളുടെയും ബോംബ് സ്ക്വാഡുകളുടെയും ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ക്ലസ്റ്റർ മിസൈലുകളുടെ പ്രത്യേകതയനുസരിച്ച് അവയിലെ എല്ലാ സ്ഫോടക വസ്തുക്കളും ഉടനടി പൊട്ടിത്തെറിക്കണമെന്നില്ല. തെരുവുകളിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും വീണുകിടക്കുന്ന പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ വലിയൊരു കെണിയായി മാറിയിട്ടുണ്ട്. ഇവ കണ്ടെത്തി നിർവീര്യമാക്കാൻ ജീവൻ പണയപ്പെടുത്തിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. ഓരോ നിമിഷവും പുതിയ മിസൈലുകൾ എത്തിയേക്കാമെന്ന ഭീതി നിലനിൽക്കുമ്പോഴും ഇസ്രയേലിന്റെ അയൺ ഡോം ആരോ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പ്രകോപിപ്പിക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇസ്രയേൽ ഇതിന് നൽകാൻ പോകുന്ന തിരിച്ചടി ഇറാനിലെ എണ്ണപ്പാടങ്ങളെയോ ആണവ നിലയങ്ങളെയോ ലക്ഷ്യം വെച്ചാണെങ്കിൽ അത് ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ലോകശക്തികൾ ഇടപെട്ട് ഈ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യ ഇതുവരെ കാണാത്തത്ര വലിയൊരു ദുരന്തത്തിനാകും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. ഇറാന്റെ ഈ മാരക വെളിപ്പെടുത്തൽ യുദ്ധതന്ത്രങ്ങളിൽ വരുത്തിയ മാറ്റം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു.